ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു സ്നേഹാസ് ലൈഫ് സ്റ്റൈൽ ഡയറി. നമുക്ക് ഇന്നൊരു അടിപൊളി പുട്ടിനൊക്കെ കഴിക്കാൻ പറ്റുന്ന ഒരു ബാജി കറി ഉണ്ടാക്കാം. അത് പശുമ്പാൽ ഒഴിച്ചിട്ടാണ് ഉണ്ടാക്കുന്നത്. അതാണ് ഇതിൻ്റെ വെറൈറ്റി. എല്ലാവരും തേങ്ങാപ്പാൽ ഒഴിച്ചിട്ടായിരിക്കും മിക്കവാറും ബാജിക്കറി ഉണ്ടാക്കുക. നമുക്കിത് എളുപ്പത്തിൽ പശുമ്പാൽ ഒഴിച്ചിട്ടുണ്ടാക്കാം. അതിന് വേണ്ടിയിട്ടൊരു 4 ഉരുളക്കിഴങ്ങ് എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു ചെറിയ സവാള എടുത്തിട്ടുണ്ട്. 2-3 പച്ചമുളക് എടുത്തിട്ടുണ്ട്. ഇതൊക്കെ തൊലി കളഞ്ഞ് ക്ലീൻ ചെയ്തതിന് ശേഷം കഴുകി വൃത്തിയാക്കിയതിന് ശേഷം നമ്മൾ ഒരു ബൗളിലോട്ട് ഇതൊക്കെ ചെറുതായിട്ട് അരിഞ്ഞിടുന്നുണ്ട്. ഇത് കുക്കറിലാണ് ഉണ്ടാക്കുന്നത്. ഞാൻ ഇതിൻ്റെ കൂടെ ഒരു ക്യാരറ്റ് കൂടി എടുത്തിട്ടുണ്ട്. അത് ഇതിൽ കാണിക്കാൻ മറന്നു, ലാസ്റ്റോട്ട് ഇടുന്നുണ്ട്. ഇതൊക്കെ ഇങ്ങനെ അരിഞ്ഞ് വെക്കുക. പച്ചമുളക് 3 എണ്ണമാണ് എടുത്തിട്ടുള്ളത്. സവാളയൊക്കെ നീളത്തിലാണ് അരിഞ്ഞിട്ടുള്ളത്. പിന്നെ ഈ ക്യാരറ്റ് കൂടി ഇതുപോലെ അരിഞ്ഞെടുക്കുക. ഉരുളക്കിഴങ്ങ്, കറിവേപ്പില, പച്ചമുളക്, സവാള. ഒരു കുക്കറിലോട്ട് ഉരുളക്കിഴങ്ങിട്ട് അതിലോട്ട് ഉള്ളി, പച്ചമുളക്, ഇത് നകക്കനി ഒഴിച്ചിട്ട് മുങ്ങാൻ പാകത്തിന്. ഇതിൻ്റെ കൂട്ടത്തിൽ തന്നെ ക്യാരറ്റ് ഇടണം. ഞാൻ കുറച്ച് ലേറ്റായിട്ടാണ് ഇടുന്നത്. പിന്നെ അല്പം മഞ്ഞൾപ്പൊടി, ആവശ്യത്തിനുള്ള ഉപ്പ്, ഇതൊക്കെ ഇട്ടിട്ട് കുക്കർ അടച്ച് വെച്ചിട്ട് ഞാനൊരു 3-4 വിസിൽ വരെ ഇടാറുണ്ട്. 4 വിസിൽ വന്നതിന് ശേഷം നന്നായിട്ട് വെന്തുടഞ്ഞ് കിട്ടും. അപ്പം നല്ല തിക്കായിട്ടുള്ള കറിയായിരിക്കും. പിന്നെ വിസിലൊക്കെ കളഞ്ഞിട്ട് ഒരു പൊട്ടറ്റോ സ്മാഷർ വെച്ചിട്ട് നന്നായിട്ട് ഇതെല്ലാം കുത്തി ഉടക്കുന്നുണ്ട്. ഇതൊക്കെ കുത്തി ഉടച്ചതിന് ശേഷം ഒരു 1/2 ഗ്ലാസ് പശുവും പാൽ ഒഴിക്കുന്നുണ്ട്. പാക്കറ്റ് മിൽമ പാലാണ് ഞാനിവിടെ യൂസ് ചെയ്തത്. ഒരു ചട്ടി അടുപ്പത്തോട്ട് വെച്ചിട്ട് അതിലോട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കടുക് പൊട്ടിച്ചിട്ട് ഈ സമയത്ത് കറിവേപ്പില വറുത്തിടുന്നുണ്ട്. കറിവേപ്പിലയും കൂടി ഇടുമ്പോഴാണ് ഇതിനൊരു അടിപൊളി ടേസ്റ്റ് വരുന്നത്. ഞാൻ നന്നായിട്ട് കറിവേപ്പില ഇട്ടിട്ട് വറുത്തിടാറുണ്ട്. അടിപൊളി ടേസ്റ്റ് ആയിരിക്കും. എന്നിട്ട് ഇതൊക്കെ വറുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് പുട്ടിൻ്റെ കൂടെ കഴിക്കാം. ഏറ്റവും നല്ല കോമ്പിനേഷൻ പുട്ടിൻ്റെ കൂടെയാണ്. അടിപൊളിയാണ്.